അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം അതായത് 2025 LBS സെൻറ്റർ വഴി നടന്നിട്ടുള്ള അഡ്മിഷൻസിൽ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് മാർക്ക്, ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് ഓരോ കാറ്റഗറിയിലെയും എല്ലാ കോളേജസിൻ്റെയും ലിസ്റ്റ് LBS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നേഴ്സിങ്ങിൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കാം നമുക്ക്. ഇതിലൊന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴയും, രണ്ടാമത്തേത് കണ്ണൂർ പരിയാരം, മൂന്നാമത്തേത് ഇടുക്കി, നാലാമത്തേത് എറണാകുളം. അതിൻ്റെയൊക്കെ കോഡും എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ട്. ഇവിടെ ഓരോ കാറ്റഗറിയുടെയും പ്രത്യേകം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം കാണുന്ന കോളം സ്റ്റേറ്റ് മെറിറ്റ് ആണ്, SM. EW എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്ക് സെക്ഷനാണ്. EZ എന്ന് പറഞ്ഞാൽ ഈഴവയാണ്. നാലാമത്തേത് MU മുസ്ലിമാണ്. BH എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു ആണ്. LC എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്. അത് മേലെ കൊടുത്തിട്ടുണ്ട്. BX എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ. KU എന്ന് പറഞ്ഞാൽ കുടുംബിയാണ്. DV ധീവര. VK വിശ്വകർമ്മ. KN കുശവൻ. SC ഷെഡ്യൂൾഡ് കാസ്റ്റ്. ST ഷെഡ്യൂൾഡ് ട്രൈബ്. MG മാനേജ്മെൻറ്റ് കോട്ട. MQ മൈനോറിറ്റി കോട്ട. NR എന്ന് പറഞ്ഞാൽ NRI കോട്ടയാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഏറ്റവും അവസാനത്തെ റാങ്കൊക്കെ നോക്കുന്നത് കോളേജിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടാനാണ്. ഇവിടെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയും, പിന്നെ കണ്ണൂർ, ഇടുക്കി, അങ്ങനെ പോകുന്നു. അതിൽ തന്നെ ഏറ്റവും ലെഫ്റ്റിലായിട്ട് ഓരോ നഴ്സിംഗ് കോളേജുകളുടെയും കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കോഡ്, അതായത് നഴ്സിംഗ് കോളേജുകളുടെ കോഡ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കിവിടെ ഏറ്റവും ആദ്യം നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 100% ഇൻഡെക്സ് മാർക്കിൽ ക്ലോസ് ചെയ്തേക്കുന്നത്, സ്റ്റേറ്റ് മെറിറ്റിന് ക്ലോസ് ചെയ്തേക്കുന്ന 2 കോളേജുകൾ ഞാനിവിടെ കാണുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, പിന്നെ ഒന്ന് കോഴിക്കോടുമാണ് ഇവിടെ കാണുന്നത്. അത് രണ്ടും 300-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാ കാറ്റഗറിയിലും ഏറ്റവും അവസാനത്തെ മാർക്ക്, ഇൻഡെക്സ് മാർക്ക് ഏതായിരുന്നു കഴിഞ്ഞ വർഷം നടന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ പബ്ലിഷ് ചെയ്തതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അനാലിസിസ് ചെയ്തിട്ട് വേണം നിങ്ങളിപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് പ്രിഫറൻസ് വൈസ് ലിസ്റ്റ് ഉണ്ടാക്കണം. അത് ഇനി താമസിയാതെ തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കോളേജിൻ്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതിനുവേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്നത് സൈറ്റിൽ. അതിൻ്റെ അനാലിസിസാണ് ഞാൻ ചെയ്യാൻ ഇവിടെ ആഗ്രഹിച്ച് ഇട്ടത്. പക്ഷേ എനിക്കത് ഈ ഒറ്റ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാനൊരു അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിസ്റ്റ് വെച്ചിട്ടുള്ള അനാലിസിസുകൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ലിസ്റ്റിനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ എനിക്ക് കവർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ ഭയങ്കര ലെങ്തി ആയി പോകും. ഇതിനകത്ത് ഏതൊക്കെയാണ് കോളേജുകളെന്നും എല്ലാം അവിടെ നടന്നിട്ടുള്ള അഡ്മിഷൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ളതും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായ കോളേജുകളിൽ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് മാർക്കും അതിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റൂ. കാരണം ഇതുപോലെ തന്നെയൊന്നും ആയിരിക്കില്ല. ഈ വർഷം ഏകദേശം മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് കോളേജസിൻ്റെ ലിസ്റ്റ്, ഏറ്റവും നല്ല കോളേജസ് ഏതാണെന്നൊക്കെ നമുക്ക് ഏകദേശം ഈ മാർക്ക് നോക്കി മനസ്സിലാവും. അതായത് കഴിഞ്ഞ വർഷം നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ പ്രിഫർ ചെയ്ത കോളേജസ്, കൂടുതൽ പ്രിഫർ ചെയ്തത് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ രീതിക്ക് നിങ്ങൾ അതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും നല്ല കോളേജ് മുതൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ ചാർട്ട് ഇട്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേഴ്സിങ്ങിന് തന്നെ ഒരുപാട് കോളേജസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റൊക്കെ ഉണ്ട് ഇതിൽ. എല്ലാം നോക്കിയിട്ട്
പിന്നെ നിങ്ങൾക്ക് ഫീ കൺസെഷനും നിങ്ങളുടെ ഫീ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോളേജസുകൾ സെലക്ട് ചെയ്യുക.